ബിഗ് ബോസ് ലൈവിൽ അപ്പോൾ പൂജ ഭയങ്കര കരച്ചിലാണ്. പൂജയ്ക്ക് രാവിലെ തന്നെ എണീക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പൂജയ്ക്ക് ഡിസ്കിന് ഓൾറെഡി കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ പ്രശ്നമായിട്ടുള്ളത്. വീണ്ടും പൂജയ്ക്ക് ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ടെന്നാണ് പൂജ പറയുന്നത്. ഡിസ്കിന് കംപ്ലൈന്റ് ഉള്ളതുകൊണ്ട് തന്നെ പൂജയ്ക്ക് ബെഡിൽ നിന്ന് എണീക്കാനേ പറ്റുന്നില്ല. പൂജയ്ക്ക് രാത്രി തിരിയാനും അറിയാനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് പൂജ പറയുന്നുണ്ട്. അപ്പോൾ ഋഷിയും ശരണ്യയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പവർ റൂമിലാണ് പൂജ കിടന്നിട്ടുള്ളത്. അപ്പോൾ പൂജ പറയുന്നുണ്ട്, ഇവിടെ വന്നതിന് ശേഷമുള്ള ഫിസിക്കൽ ടാസ്കും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അതാണ് എനിക്കിപ്പോൾ ഇങ്ങനെ വന്നതെന്നും ബെഡ് റെസ്റ്റ് ഒക്കെ ചെയ്ത് മാത്രം ഒഴിച്ചിലും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമാണ് എനിക്ക് ശരിയാവുള്ളൂ എന്നൊക്കെ പൂജ പറയുന്നുണ്ട്. പൂജ ഭയങ്കര കരച്ചിലാണ്. പൂജയ്ക്ക് എണീറ്റിരിക്കാനോ ഒന്നും തന്നെ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും അത് കഴിഞ്ഞിട്ട് കൂടി നിൽക്കുന്നുണ്ട്. ബിഗ് ബോസിനോട് ഋഷി അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ഇപ്പോൾ തന്നെ ഡോക്ടേഴ്സിന് വിടാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടേഴ്സ് അവിടെ വന്ന് നിന്നിട്ട് പൂജനെ നോക്കുന്നുണ്ട്. വരെ പൂജ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പോയിട്ടില്ല. ഡോക്ടേഴ്സ് അപ്പോൾ പൂജനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് അപ്പോൾ സ്ട്രക്ചറിൽ പൂജനെ കൊണ്ടുപോകണം നമ്മൾ ഓൾറെഡി പ്രമോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും കഷ്ടമായി പോയി. നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പൂജ പുറത്തേക്ക് പോവുകയാണ്. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.